ഹലോ കുഞ്ഞുമക്കളെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ടീക്കുട്ടിയുടെയും അദ്ദിക്കുട്ടിൻ്റെയും റൂം മേക്ക് ഓവറിൻ്റെ ഓരോരോ സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 2 ടയർ കോട്ട് മാറ്റിയിട്ട് നമ്മൾ 3 ടയർ കോട്ടിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടു. ഇനി ബെഡും കാര്യങ്ങളും എല്ലാം നമുക്ക് സെറ്റ് ആക്കണം. ടീക്കുട്ടി ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിൻ്റെ തീം കളറൊക്കെ ചോദിച്ചപ്പോൾ കുറേ പേര് പേർപ്പിൾ പിങ്ക് എന്നൊക്കെ പറഞ്ഞു. ശരിക്കും അത് രണ്ടുമല്ല ഗൈസ്, ഇതാണ് അതിൻ്റെ റിയൽ കളർ ഗൈസ്. അപ്പോൾ നമ്മുടെ ചെറിയൊരു അപ്ഡേഷൻ, നമ്മുടെ വാർഡ്രോബ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രീൻ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും ഗ്രീന് പറഞ്ഞിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ മേക്കപ്പ് സ്റ്റുഡിയോ ഇല്ലെങ്കിൽ മേക്കപ്പ് ടേബിൾ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രീൻ കളർ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ എല്ലാം വരച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇവിടെ നമ്മുടെ LED മിറർ, പിന്നെ അവിടെ സ്റ്റോറേജ് ബോക്സ്. അപ്പോൾ ഇത് ഓരോരോ അപ്ഡേഷൻസും നമുക്ക് തരാം. പിന്നെ ഒരു അപ്ഡേഷൻ, നമ്മളുടെ മേക്കപ്പ് ടേബിളിൻ്റെ ഒരു സംഭവം ഞാനും ടീക്കുട്ടിയും കൂടി വരച്ച് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റാക്കി വെച്ചിരിക്കുക കേട്ടോ. ഇവിടെ അദ്ദിക്കുട്ടൻ സ്കൂളിൽ പോകാതെ ഇവിടെ നോട്ടൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അത് കുഴപ്പമൊന്നുമില്ല, അതെ എഴുതി കഴിയാനായിട്ടുണ്ട് കേട്ടോ. ചേട്ടന്മാർ എന്താ പറയുക, പുറത്ത് ലഞ്ച് കഴിക്കാൻ പോയ സമയത്താട്ടോ ഗൈസ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇതാണ് നമ്മുടെ കളർ ലട്ടിയ, എന്താ പറയുക, നമ്മുടെ തത്തമ്മ പച്ച എന്നൊക്കെ പറയും. പക്ഷെ അതല്ല, അതിൻ്റെ ഒരു ഇങ്ങോട്ട് വേടാ, ഇവിടെ വേടാ, അതിൻ്റെ ഒരു പേരുണ്ട് കേട്ടോ. ഈ ഗ്രീനിൻ്റെ ഒരു പേരുണ്ട്. അപ്പം ചില ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിലോ ഈ ഒരു കളർ, ഇത് മൊത്തം നമുക്ക് അദ്വിക്കിന് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അദ്വിക്കിൻ്റെ സ്റ്റഡി ഏരിയ എല്ലാം ടീക്കുട്ടിയുടെ എല്ലാം മേലായതുകൊണ്ട് അവൾക്ക് ഇവിടെ അധികം ഇല്ല ഇല്ല ടിയ. നമ്മുടെ ഈ റൂമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്തോ എന്നാ, ബേ വിൻഡോ നമ്മളിവിടെ അത്രയും യൂട്ടിലൈസ് ചെയ്തിട്ട് വേണ്ടോ. ഈ ഒരു 3 ഒരു ഹോള് വെച്ചിട്ടുണ്ട് ലട്ടിയ. അവിടെ നിങ്ങൾക്ക് ഐപാഡൊക്കെ വയ്ക്കാം. പിന്നെ മാത്രമല്ല നമുക്ക് ഓരോരോ പാർട്ടിലും എന്തുണ്ട് ടിയ, ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. ഒരുപാട് സാധനങ്ങൾ അൺബോക്സ് ചെയ്യാനുണ്ട് ലട്ടിയ. 2 വീക്സ് ടൈം എടുക്കും. ഓക്കെ, ഇനി ബെഡൊന്നും നമ്മൾ ഇട്ടിട്ടേ ഇല്ല. നമ്മുടെ എമ്മ മാട്രസ് ആണ്, അത് ഒരു 6 days എടുക്കും ഷിപ്പിംഗ്. ഇവിടെ ഓൾറെഡി 2 ഓൾറെഡി ഉണ്ട്. മേലെ താഴെ എല്ലാം പൊടിയാട്ടോ. ചേട്ടന്മാർ ലഞ്ച് കഴിക്കാൻ പോയതാണ്. ഇനി നമ്മുടെ മേക്കപ്പ് സ്റ്റുഡിയോ എവിടെയാണ് ഗൈസ്? ഇതുണ്ട്, ഇവിടെ ഒന്നും കറക്റ്റ് ആക്കിയില്ല, എല്ലാം സെറ്റ് ആക്കാനുണ്ട്. എല്ലാം മാറി എല്ലാം ഒരു കളർ കോമ്പിനേഷൻ ആയിട്ട് വരും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മേക്കപ്പ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. കണ്ടോ, റൗണ്ട് എല്ലാം വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു LED മിറർ, ഇവിടെ ഒരു സ്റ്റാൻഡിങ് ടേബിൾ, പിന്നെ അവിടെ ഒരു ടേബിൾ. അപ്പോൾ അതെങ്ങനെ ആവുമെന്ന് നമുക്ക് അറിയുന്നില്ല. ഒരു ഭയങ്കര ഒരു സ്റ്റൈലിഷ് രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ സ്ലീപ്പിംഗ് റൂമിന്റെ ഒരു സാധനം എല്ലാം ഒരു സെറ്റപ്പാണ്. എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അപ്ഡേഷൻ. ഇനി കുറച്ച് കഴിയുമ്പം ഈ ഒരു പാറ്റേൺ മുഴുവൻ എന്താവും, ഗ്രീൻ കളറാവും. നമ്മൾ ഇനി കേർട്ടൻസ് അതും ഗ്രീനാണ്. ബേ വിൻഡോയിലെ കുഷ്യൻസ് അതും ഗ്രീനാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ അപ്ഡേഷൻ ഇത്രയേ ഉള്ളൂ അല്ലേ ടിയ? അപ്പോൾ ഡേ 3 ആണ്. അപ്പോൾ ഇന്നത്തോടെ നമ്മുടെ പണി കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദേ ഗ്രീൻ കളറൊക്കെ ഏകദേശം സെറ്റായി. കുറേ പേര് ഗ്രീൻ കളർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ടിയ? അപ്പോൾ ഇതിന്റെ ഫൈനൽ ലുക്കൊക്കെ കാണിച്ചു തരാം. ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. ഇനി ഇതിൽ വാൾപേപ്പർ വരാനുണ്ട്. ഇന്ന് ബെഡ് വരും കേട്ടോ. ഓ മൈ ഗോഡ്, അതിൻ്റെ ഒരു അൺബോക്സിങ് കാണിച്ചു തരാം. അത് മേലെ അദ്ദിക്കുട്ടനാണ് കയറണത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു ടിയ, ഇതിൻ്റെ മേലെ അദ്ദിക്കുട്ടൻ എങ്ങനെയാണ് കയറണേന്ന്. ഇവിടെ ഒരു വലിയ ലാഡർ ഉണ്ട് കേട്ടോ. അതേ ഇങ്ങനെ കയറിപ്പോവാം, ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. അത് ടെൻഷനൊന്നും ആവണ്ട. അതുപോലെ തന്നെ ഇനി ഇവിടെ നമ്മളുടെ മേക്കപ്പ്, ഓക്കെ, അതൊരു അടിപൊളി സംഭവം കേട്ടോ. അത് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു സംഭവം കാണിച്ചു തരാം. ഇത് ടീക്കുട്ടിക്ക് മാത്രമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ പോലത്തെ ഒരു സാധനമാണ്. അതിലേക്ക് ഇത് ഗോൾഡൻ്റെ ഒരു സ്റ്റാൻഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഗോൾഡൻ പ്ലസ് ഒരു വൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കബോർഡ്സിന് ഈ ഒരു ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ വെച്ചിട്ട് ഫൈനൽ ലുക്ക് എങ്ങനെ ആവുമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല ഗൈസ്. നമ്മൾ വെയിറ്റ് ചെയ്യാണ് 3 ദിവസമായിട്ടോ. ആ സമയത്താണ് നമ്മൾ
3.60 മില്യൺ യൂട്യൂബ് ഫാമിലി ആവാണ് ഗൈസ്. എനിക്ക് ഈ സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ചിക്കു ഇങ്ങോട്ട് വേടാ ഗൈസ്. അദ്ദിക്കുട്ടൻ ഒരു വലിയ മോഷണം കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ എന്താ വായിൽ കാണിച്ചേ ഗൈസ്? ഭയങ്കര മോഷണമാണ്. വാ തുറക്കണില്ല ഗൈസ്, വാ തുറക്കില്ല. നമുക്ക് വാ തുറപ്പിക്കട്ടെ. ബിസ്ക്കറ്റാണ് ഗൈസ്. ഇപ്പം 7 ആയിട്ടുണ്ട് ഗൈസ്. ഇനി വൈകാതെ നമ്മൾ 3.6. അയ്യോ അല്ലടാ 5 ആയടാ. ആരോ 2 പേര് അൺസബ്സ്ക്രൈബ് ചെയ്തു, പിന്നെ പെട്ടെന്ന് സബ്സ്ക്രൈബും ചെയ്തു കേട്ടോ. ഇങ്ങനെ ഉണ്ടാവും. ഈ എൻ്റെ ആ ഒരു ടൈം ആവുമ്പോഴത്തേക്ക് ചിലവരിങ്ങനെ അൺസബ്സ്ക്രൈബ് ചെയ്യും, പിന്നെ പെട്ടെന്ന് കൂടും കേട്ടോ. ഇനി ചിലപ്പോൾ പെട്ടെന്നായിരിക്കും 3.6 എന്ന് വരിക. ടിയ കൃഷ്ണൻ വന്നോ ഗൈസ്? കൃഷ്ണൻ വരാൻ പോവാണ് കേട്ടോ. നമ്മളിങ്ങനെ കാത്തിരിക്കാണ്. കുട്ടികളൊന്നും കണ്ടില്ലേ? കൃഷ്ണൻ ഉണ്ടടാ. അതെ, വരവായി വീണ്ടും ഒരു ജന്മാഷ്ടമി. അതിക്കുട്ട കണ്ടോടാ? എത്ര ബേബീസാ നോക്കി. എല്ലാവരും നമ്മുടെ കൃഷ്ണൻ ഇരിക്കുന്നുണ്ട് ഇവിടെ. നോക്കി അതാ കൃഷ്ണനെ ആദ്യം ഞാൻ മിസ് ചെയ്തോ. അപ്പൊ എല്ലാവരും ഉണ്ട്. ബൈ. ഓ മൈ ഗോഡ്, എല്ലാരും നല്ല സുന്ദരായിട്ട്. ഓ ഇവിടെ ബോയ്സ് ഉണ്ടടാ. കൃഷ്ണൻ ഗൈസ്. അങ്ങനെ നമ്മൾ കമ്മലിട്ടിട്ട് ഫസ്റ്റ് ഡേ സ്കൂളിലോട്ട് പോവുകയാണ്. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു നന്നായിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. അപ്പോൾ പിന്നെ കുറച്ച് പേര് പറഞ്ഞു ഓ ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന്. ഗൈസ് 4 കൊല്ലമായി ഗൈസ് അഴിക്കാൻ കിട്ടാതെ നമ്മളങ്ങനെ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. കാരണം നെയിൽ പോളിഷ് ഇട്ടത് കൊണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. റെഡിയാ? നീ എത്ര എണ്ണം കളഞ്ഞിട്ടുണ്ടാവും പറയും? ഒരു 6-7 ജോഡി കമ്മൽ പോയിട്ടുണ്ടാവും. അത് പോവാത്തതിൻ്റെ കാരണം നെയിൽ പോളിഷ് ഇട്ടിരിക്കുകയാണ്. ഇതും നമ്മൾ നെയിൽ പോളിഷ് ഇട്ട് സെറ്റാക്കിയിരിക്കുകയാണ് കേട്ടോ. അതിക്കുട്ടനും റെഡിയായി നിൽക്കുന്നുണ്ട്. ജലദോഷം ഒന്നും മാറുന്നില്ല ഗൈസ്. ഒരു 2 വീക്സോളം ആയില്ലടാ. ഓക്കെ, അപ്പോൾ ടിയ ഇനി എന്താ വരാൻ പോണേടാ? ഓണമല്ല നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ റൂം മേക്ക് ഓവറാണ്. അതിക്കുട്ടോ. എന്തൊക്കെയായിരിക്കും ടിയ ഇനി? സസ്പെൻസ് ആണ്. നമ്മൾ പൊളിക്കാൻ തീരുമാനിച്ചിട്ടില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു കൺക്ലൂഷൻ പറഞ്ഞോ. ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടുത്ത ഒരു വീഡിയോ കാണാം.